ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്ലൈ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലോക്കോ പൈലറ്റ് എക്സാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ഇതിന് മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കുട്ടികൾ ആ വീഡിയോസ് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 24-ലും 25-ലും ഇതിനു മുന്നേ ലോക്കോ പൈലറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർഷത്തെ പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി പുതുക്കിയ പാറ്റേണും പുതുക്കിയ സിലബസുമായിട്ടാണ് 2026 ലോക്കോ പൈലറ്റ് എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ പാറ്റേൺ പ്രകാരം നിങ്ങൾ പുതിയ ഒരു പരീക്ഷയെ, അല്ലെങ്കിൽ പഴയ പരീക്ഷയാണ് എന്ത് ചെയ്യുന്നു, പുതിയ പാറ്റേണിൽ വരുമ്പോൾ പുതിയ രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും പുതിയ രീതിയിലുള്ള സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 ലോക്കോ പൈലറ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് നിങ്ങൾ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ, എന്തായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കി കാണാനായിട്ട് പോകുന്നത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. CBT 1 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ CBT 1-ൽ നിന്നും 15 ഇരട്ടി ആളുകളെയാണ്, വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെയാണ് എങ്ങോട്ട് കടത്തുന്നത്, CBT 2-ലേക്ക് കടത്തുന്നത്. CBT 1 പക്ഷെ എന്താണ്, ക്വാളിഫയിങ് നേച്ചർ മാത്രമുള്ളതാണ്. CBT 2-ൽ നിന്നും 8 ഇരട്ടി ആളുകളെയാണ് അടുത്ത തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് ക്വാളിഫൈ ആക്കുന്നത്. പക്ഷെ CBT 2-ന്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ് വരുന്നത്, CBAT ആണ്. CBAT-ന് ഈ പറഞ്ഞ പോലെ എന്തുണ്ട്, 50% വെയിറ്റേജ് ആണ് CBAT-ന്റെ മാർക്കിനകത്തും ഉള്ളത്. സോ ഇവിടെ 50% മാർക്ക് പരിഗണിക്കും, ബാക്കി 50% എവിടെയാണ് പരിഗണിക്കുന്നത്, ഇവിടെയാണ് പരിഗണിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ ഇതിൽ നോക്കി കാണാനായിട്ട് പോകുന്നത്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കി കാണാനായിട്ട് പോകുന്നത് ഏറ്റവും ആദ്യത്തെ ഈ ഒരു 2 ഘട്ടങ്ങളാണ്, CBT 1-ഉം CBT 2-ഉം. ഇതാണ് നിങ്ങളുടെ MCQ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ പഠിച്ച് എഴുതേണ്ട 2 പരീക്ഷകളാണ് ഈ CBT 1 ആൻഡ് CBT 2. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം CBT 1 തന്നെ നമുക്ക് നോക്കാം. CBT 1-ൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, സയൻസ് പഠിക്കണം. എത്ര മാർക്കിന്റെ പരീക്ഷയാണ്? 75 മാർക്കിന്റെ പരീക്ഷയാണ്. 60 മിനിറ്റ് അഥവാ 1 അവർ, 1 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 75 മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇതിന് മുന്നേ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഇവിടെ ജനറൽ അവയർനെസ് അഥവാ GK ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഇതിന് മുന്നത്തെ സിലബസുകളിൽ നമ്മൾ 2024-ലെയും 2025-ലെയും സിലബസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ജനറൽ അവയർനെസ് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വർഷം എന്തില്ല, GK ഇല്ല. അപ്പോൾ 25 മാർക്കിന് മാത്സ്, 25 മാർക്കിന് റീസണിങ്, 25 മാർക്കിന് സയൻസ്. ഈ രീതിയിലായിരിക്കണം 75 ചോദ്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത. അപ്പൊ ഇതാണ് CBT 1-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ടയർ 1-ൽ നിങ്ങൾ പഠിക്കേണ്ട ഭാഗമാണിത്. മാത്സിനും റീസണിങ്ങിനും സയൻസിനകത്തും എന്തൊക്കെയാണുള്ളത്, അതിനകത്തും നോട്ടിഫിക്കേഷനകത്ത് ഒരു ഉത്തരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. CBT 1-ൽ നിങ്ങൾക്ക് മാത്സിനകത്ത് ഇതാണ് നിങ്ങളുടെ സിലബസ്, റീസണിങ്ങിനകത്ത് ഇതാണ് നിങ്ങളുടെ സിലബസ്, സയൻസിനകത്ത് ഈ കാണുന്ന ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ, 10ാം ക്ലാസ് വരെയുള്ള സയൻസ് ആണ് നിങ്ങൾക്ക് ALPയുടെ ടയർ 1-ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് CBT 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CBT 1 എന്താണ്, ക്വാളിഫയിങ് നേച്ചർ ആണ്. പക്ഷേ ഇതിലെ മാർക്ക് നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. 2ാം ഘട്ടത്തിലെ മാർക്കാണ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. പക്ഷെ ഈ ഘട്ടം കടക്കണം. അപ്പോൾ 1ാമത്തെ ഘട്ടത്തിൽ എന്തൊക്കെയുള്ള, മാത്സ്, റീസണിങ്, സയൻസ്, ഇത് 3ഉം വെള്ളം പോലെ ആക്കണം. ഓക്കെ, GK ഇല്ല. ഇനി CBT 2-ന്റെ അവസ്ഥ എന്താണ്? പാറ്റേൺ ആൻഡ് സിലബസിന്റെ സമ്മറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആണ്. CBT 2-ൽ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം 2 പാർട്ട് ഉണ്ട്. 2 പാർട്ടിനെ വ്യത്യസ്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. നമുക്കതൊന്ന് നോക്കാം. CBT 2 2.5 മണിക്കൂറിന്റെ പരീക്ഷയാണ്, അഥവാ 150 മിനിറ്റ് ആണുള്ളത്. 175 ചോദ്യങ്ങളാണുള്ളത്. ടയർ 1-ന് 75 ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 175 ചോദ്യങ്ങൾ 2.5 മണിക്കൂർ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കണം. MCQ ആയതുകൊണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, 2.5 മണിക്കൂർ ഈ പറയുന്ന എക്സാം ഹാളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 3.5-4 മണിക്കൂറിന്റെ ഒരു പ്രതീതിയാണ്. കാരണം എന്താണ്, നിങ്ങളുടെ വെരിഫിക്കേഷൻ വരുന്നു, അരമണിക്കൂർ മുന്നേ എക്സാം ഹാളിലേക്ക് ഇരിക്കുന്നു, അരമണിക്കൂർ കൗണ്ട് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഒരു 3-4 മണിക്കൂർ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് CBT 2-നുള്ളത്. 175 ചോദ്യങ്ങളാണുള്ളത്. ഈ 175 ചോദ്യങ്ങൾ ഒരേപോലെയാണോ? അല്ല. അതിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് 90 മിനിറ്റിന് 100 ചോദ്യങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യണം. പാർട്ട് എയിൽ
90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യണം. ഇതിന്റെ മാർക്ക്, ഈ പാർട്ട് എയുടെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. പാർട്ട് എയുടെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. പാർട്ട് ബി 1 മണിക്കൂറിന്റെ പരീക്ഷ 75 ചോദ്യങ്ങൾ. പാർട്ട് ബി 1 മണിക്കൂറിന്റെ പരീക്ഷ 75 ചോദ്യങ്ങൾ. ഇത് പക്ഷെ എന്ത് മാത്രമാണ്? ക്വാളിഫയിങ് ആണ്. നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചാൽ മതി? 35% മാർക്ക് മാത്രം ഇവിടെ വാങ്ങിച്ചാൽ മതി. ഇതിലെ ഈ പാർട്ട് ബി ആണ് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത്. പാർട്ട് ബി ആണ് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ, ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രിക്കലിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക്സിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കലിലെ കുട്ടികളാണെങ്കിൽ, ഓട്ടോമൊബൈലിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇനി ITI കഴിഞ്ഞ ഇത്രയും ട്രേഡുകളാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്കിൽ വരുന്നത്. ഇതല്ലാതെ 15ഓളം ട്രേഡുകൾ ITI ഉണ്ട്. ഫിറ്റർ അങ്ങനെയുള്ള ട്രേഡുകളെല്ലാം വരുന്ന ITI ട്രേഡുകളുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏത് ട്രേഡാണ് പഠിക്കേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പാർട്ട് ബിയിൽ. അത് എത്ര മാർക്കിനാണ്? 75 ചോദ്യങ്ങൾ 1 മണിക്കൂർ ക്വാളിഫയിങ് ആണ്. 75 ചോദ്യങ്ങൾ 1 മണിക്കൂർ അതിന്റെ ക്വാളിഫയിങ് എന്ന് പറഞ്ഞാൽ 35% മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 മാർക്ക് 26.25 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾ ഈ ഭാഗം ക്വാളിഫൈ ആയി. അതിൽ ഇപ്പൊ നിങ്ങൾ 75 മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് പ്രസക്തി ഉണ്ടോ? ഇല്ല. ചുരുങ്ങിയത് എത്ര വാങ്ങിക്കണം? 26.25 വാങ്ങിക്കണം. കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എവിടെയാണ്? പാർട്ട് എയിലാണ്. കാരണം ഈ പാർട്ട് എ ആണ് നിങ്ങളുടെ റാങ്കിലേക്ക് പരിഗണിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ CBT 2ന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇതിലെ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് 1/3. അത് CBT 1നും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ട്, CBT 2നും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ട്. നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോർമലൈസേഷൻ ഉണ്ടായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ പാർട്ട് എയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. പാർട്ട് ബി 35% മാർക്ക് കിട്ടിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഇനി ഇതാണ് സെലക്ഷൻ ഫ്ലോ. CBT 2ന് പങ്കെടുക്കുന്നു. സ്കോർ ഇൻ പാർട്ട് എ അതെന്ത് ചെയ്യുന്നു? നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നു. പാർട്ട് ബി ക്വാളിഫയിങ് ആണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം DV ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇതിപ്പോൾ നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിലും ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും ഈ ഒരു പ്രോസസ്സിന് മാറ്റം ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBT 2 പാർട്ട് എ, CBT 2 പാർട്ട് എ അവനാണ് എന്ത്? റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിലെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ 50% വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിഗണിക്കുന്നത്? മെയിനായിട്ട് വേണ്ടത് സ്പീഡും ആക്യുറസിയും തന്നെയാണ്. അവിടെയും നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? മാത്സ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്, ബേസിക്സ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിലബസും പഠിക്കാനുണ്ട്. 100 ചോദ്യങ്ങൾ 90 മിനിറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതെന്താണ് സിലബസ്? സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്സ് ഇത് നിങ്ങൾ ഓൾറെഡി CBT 1ൽ പഠിച്ചാണ്. മെന്റൽ എബിലിറ്റി അഥവാ റീസണിങ് CBT 1ൽ പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി ടയർ 1ൽ പഠിച്ചു കഴിഞ്ഞതാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിന് പുറമെ എന്തും കൂടെ വരും? ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടും കൂടെ വരും. അപ്പോൾ ഇവിടെ കണ്ടോ ഡ്രോയിങ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, IT ലിറ്ററസി ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇതാണ് പാർട്ട് CBT 2 പാർട്ട് എ. പാർട്ട് ബി എന്താ? നിങ്ങൾ ഇലക്ട്രിക്കൽ എടുക്കുന്ന കുട്ടികളാണ്, ഇലക്ട്രിക്കലാണ് നിങ്ങൾ ട്രേഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ്റെയോ ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കോ വയർമാനോ ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡറോ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്കിന്റെയോ സിലബസിൽ നിന്നും എന്ത് ചെയ്യാം? പാർട്ട് ബി പഠിക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണോ കൊടുക്കുന്ന പ്രകാരം നിങ്ങൾക്ക് ആ സിലബസ് പ്രകാരം പാർട്ട് ബി പഠിക്കാം. ഇലക്ട്രോണിക്സുകാരുടെ സിലബസ് ഉണ്ട്, മെക്കാനിക്കലുകാരുടെ സിലബസ് ഉണ്ട്, ഓട്ടോമൊബൈലുകാരുടെ സിലബസ് ഉണ്ട്. 75 മാർക്കിന്റെ 35% മാർക്ക് എന്ന് പറഞ്ഞാൽ 26.25 മാർക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കേണ്ടത്. അതിനേക്കാൾ 1 മാർക്ക് പോലും കൂടുതൽ വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾ എന്തായിരിക്കും? ലിസ്റ്റിനകത്ത് വരും. കാരണം ഇത് ക്വാളിഫയിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി CBT 1ന്റെയും CBT 2ന്റെയും പ്രത്യേകത എന്താണ്? CBT 1ൽ നിങ്ങൾക്ക് മാത്സ്, റീസണിങ്, സയൻസ് പഠിക്കാനുണ്ട്. CBT 2 പാർട്ട് എ നമ്മൾ നേരത്തെ കണ്ടതാണ്, അതാണ് റാങ്ക് മേക്കിംഗ്. അതിനകത്ത് മാത്സ്, റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എന്തൊക്കെ ഉണ്ട്? മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, സയൻസിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്. നിങ്ങൾ ആ സിലബസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മാസ്, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി, വർക്ക് പവർ ആൻഡ് എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഇത്രയും പോർഷൻ നമുക്ക് ഫിസിക്സിനകത്ത് നിങ്ങൾ പഠിക്കുന്നതല്ലേ അല്ലേ? അപ്പൊ അത് സയൻസിന്റെ ഫണ്ടമെന്റൽസ് അല്ലേ? ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലെ ഞാൻ ഈ അടിവര ഇട്ടിരിക്കുന്ന ഭാഗം, മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗം, മാത്സ് എന്ന് പറയുന്ന ഭാഗം,
ഞാൻ ഈ ചുവന്ന മഷിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞു? CBT 1 പഠിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗം മാത്രമാണ് CBT 2 എക്സ്ട്രാ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, CBT 2 പാർട്ട് എയിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരുന്ന എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പഠിക്കാനുണ്ട്, അപ്ലൈഡ് സയൻസ് കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്, IT ആൻഡ് ടെക്നിക്കൽ അവയർനെസ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ് CBT 2 നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. CBT 2 പാർട്ട് എയിനകത്ത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എക്സ്ട്രാ പഠിക്കാനുണ്ടാവും, ബേസിക് ഇലക്ട്രിസിറ്റി പഠിക്കാനുണ്ട്, ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ് പഠിക്കാനുണ്ട്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആൻഡ് IT ലിറ്ററസി. ഇത്രയും സംഭവങ്ങളാണ് CBT 2 പാർട്ട് എയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ CBT 1 CBT 2 പാർട്ട് എയും ഇതിനകത്ത് സിലബസ് കുറെ കോമൺ ആണ്. സിലബസിൽ ഓപ്ഷൻസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വ്യക്തമായ ഷെഡ്യൂളോടുകൂടെ കൃത്യമായ പ്ലാനോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷം 2026 ALP നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വെബിനാറിനകത്തും ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, 11,127 ഒഴിവുകളിലേക്ക് മത്സരിക്കാൻ പോകുന്ന ആളുകൾ അവരുടെ ക്വാളിഫിക്കേഷൻ വൈസും അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വൈസും നോക്കുമ്പോൾ എണ്ണം കുറവായിരിക്കും. അപ്പം വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചിട്ടയോടുകൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം ജോലിയിൽ കയറാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അടുത്ത് കുട്ടികൾ പറഞ്ഞത് പ്രകാരം CBT 1 സിലബസും CBT 2 ഈ പാർട്ട് എ സിലബസും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള RRB ALPയുടെ പുതിയ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. കാരണം CBT 1 മാത്രമായിട്ടാണ് നമ്മൾ ആദ്യം ബാച്ച് ജോയിൻ ചെയ്തിരുന്നത്. CBT 2 CBT 1 കൂടെ ചേർന്ന ഒരു കോംബോ ബാച്ച് ഉണ്ടായിരുന്നു. അവിടെ ടെക്നിക്കൽ പാർട്ടും അവൈലബിൾ ആയിരുന്നു. പക്ഷേ കുറെ കുട്ടികൾ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും അല്ലാത്ത ട്രേഡുകളുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, CBT 1 വേണ്ടിയിട്ടും CBT 2 പാർട്ട് എയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള, അതായത് ടെക്നിക്കൽ പാർട്ട് ഇല്ലാതെ ബാക്കി എല്ലാ നോൺ ടെക് പാർട്ടുകളും ഇൻക്ലൂഡിങ് ബേസിക് സയൻസ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ CBT 1 നമ്മൾ 120 ദിവസത്തെ ഒരു പ്ലാനും CBT 2 60 ദിവസത്തെ ഒരു പ്ലാനും ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. ഓരോ ദിവസവും Day 1 to Day 120 CBT 1 എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും, Day 1 to Day 60 CBT 2, അതായത് നമ്മുടെ CBT 1 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ CBT 2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ CBT 1 എക്സാം കഴിയുന്ന ദിവസം തൊട്ട് Day 1 തൊട്ട് Day 60 വരെ 60 ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത്, അതായത് നോട്ടിഫിക്കേഷൻ തൊട്ട് CBT 1 വരെ, CBT 1 എക്സാം കണ്ടക്ട് ചെയ്യുന്ന വരെയാണ് നമ്മുടെ 120 ദിവസത്തെ പ്ലാൻ. CBT 1 എക്സാം കഴിഞ്ഞ് CBT 2 എക്സാം വരെയാണ് നമ്മുടെ 60 ഡേയ്സിന്റെ പ്ലാൻ. ഈ രീതിയിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓരോ ദിവസവും Day 1 തൊട്ട് Day 60 വരെയും, ഇവിടെയാണെങ്കിൽ Day 1 തൊട്ട് Day 120 വരെയും എന്താണ് പഠിക്കേണ്ടത്, എന്ത് ടെസ്റ്റുകളാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എന്ത് ക്ലാസ്സുകളാണ് കാണേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ആണെങ്കിൽ ഒരു വീഡിയോ, ഒരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എന്താണ് ഈ വർഷത്തെ ALP വന്നിട്ടുള്ള മാറ്റം എന്നുള്ളതും, എങ്ങനെയാണ് പുതിയ പ്ലാൻ നിങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഈ ഒരു ചേഞ്ച് വന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളതും വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.